ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ അൺഫെയർ എവിക്ഷനായി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് RJ ബിൻസിയുടെ എവിക്ഷനാണ്. കാരണം RJ ബിൻസി എന്ന കണ്ടസ്റ്റൻറ്റിനേക്കാൾ സേഫ് ഗെയിമേഴ്സായി നിൽക്കുന്ന പലരും ഇപ്പോഴും BB ഹൗസിലുണ്ട്. എന്നാൽ ചില സമയത്ത് ഇരട്ടത്താപ്പ് ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിലപാടുകൾ വ്യക്തമാക്കുന്നതും ടാസ്കുകൾ കളിക്കുന്നതുമായ ഒരു മത്സരാർത്ഥിയാണ് ബിൻസി. RJ ആയതുകൊണ്ട് തന്നെ, റേഡിയോ ജോക്കി ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ വാക്ചാതുര്യം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് RJ ബിൻസി. ബിൻസിക്ക് മുൻപേ BB ഹൗസിൽ നിന്നും എവിക്റ്റ് ആവേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ ഞാൻ പോലും അധികം ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷക വിധി എന്നതിനപ്പുറത്തേക്ക് വോട്ടിംഗ് ബേസ് എന്നതിനേക്കാൾ ഉപരി ബിൻസി നിന്നതാണെങ്കിൽ ഒരു കുടുംബം കൂടി കലങ്ങുമായിരുന്നു എന്നൊരു കമൻറ്റ് യാദൃശ്ചികമായി ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് RJ ബിൻസിയും അപ്പാനി ശരത്തും തമ്മിലുള്ള ബന്ധം ഒരു ബ്രദർ സിസ്റ്റർ ബന്ധം അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം എന്ന രീതിയിൽ അല്ല, മറ്റൊരു രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ബിൻസി ശരത് ബന്ധം അപ്പാനി ശരത്തിൻ്റെ കുടുംബ കലഹത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു ബന്ധമാണെന്ന് ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ബിന്നിയും അക്ബറും ഒക്കെ സൂചിപ്പിക്കുന്നുമുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത്. അത് നമുക്ക് ലൈവിൽ തന്നെ പല സീനുകളിൽ കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലൈവിൽ, അതായത് കഴിഞ്ഞുപോയ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. സുഹൃത്ത് ബന്ധമാണ് ഇരുവരും തമ്മിലെങ്കിൽ പോലും, അല്ലെങ്കിൽ ആങ്ങള പെങ്ങൾ ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളതെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒന്നും ആരും അതിര് കടക്കാൻ പാടില്ല. കാരണം ഇവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കാൻ വന്നിട്ടുള്ളവരാണ്. എങ്കിൽ പോലും ബിഗ് ബോസ് എന്നത് കേവലം ഒരു ഗെയിം ഷോയാണ്, ഒരു റിയാലിറ്റി ഷോ എന്നതിനപ്പുറത്തേക്ക് പുറത്തിയവർക്കൊക്കെ ഒരു കുടുംബമുണ്ട്, അപ്പോൾ ഒരു വ്യക്തി ജീവിതമുണ്ട്. ഇതൊക്കെ ഓർക്കേണ്ടത് അവർ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു വ്യക്തി ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാതെ, അല്ലെങ്കിൽ തങ്ങളെ കാത്തുകൊണ്ട് പുറത്ത് മറ്റൊരു കുടുംബമുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള അനാവശ്യമായ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് തീർച്ചയായും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കും. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിരിക്കാം RJ ബിൻസി എവിക്റ്റ് ആക്കപ്പെട്ടത്. മറ്റൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ, മറ്റൊന്ന് നമ്മുടെ ഈ RJ ബിൻസിയുടെ കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് RJ ബിൻസി കരുതിയിരിക്കുന്ന, അല്ലെങ്കിൽ RJ ബിൻസിയുടെ ഒരു മിഥ്യാധാരണ, തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അപ്പാനി ശരത്ത് ഒരു ആക്ടറാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ആക്ടർക്ക് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരുപാട് ആരാധക വൃത്തങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന സമയത്തും ആ ആരാധകരെല്ലാവരും തന്നെ അപ്പാനി ശരത്തിന് ഒപ്പമുണ്ടാകും. അപ്പോൾ അപ്പാനി ശരത്തിൻ്റെ കൂടെ തോളോട് തോള് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തനിക്കും ആ ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു ആ ഒരു മിഥ്യാധാരണ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അപ്പാനി ശരത്തും ഒന്നിച്ച് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെല്ലാവരും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വലായി കളിക്കാതെ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് RJ ബിൻസി ഇത്രയും ദിവസം അവിടെ നിന്നത്. ഒരുപക്ഷെ ഇൻഡിവിജ്വലായി കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ അതിന് തക്കതായ കഴിവുള്ള ഒരു വ്യക്തിയാണ് RJ ബിൻസി. കാരണം നിലപാടുകൾ വ്യക്തമാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, മുഖം നോക്കാതെ എവിടെയും എന്തും പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു വ്യക്തിയാണ് RJ ബിൻസി. ടാസ്കുകളായിക്കോട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരുപക്ഷെ ഇൻഡിവിജ്വലായി നിന്നതാണെങ്കിൽ ഇനിയും ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് ദിവസം കൂടി നിൽക്കാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നു. ഇതിപ്പോൾ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ വലിയൊരു പ്ലാറ്റ്ഫോം. RJ ബിൻസി തന്നെ ബിഗ് ബോസിലേക്ക് എൻട്രി നടത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് എന്നുള്ളത്. ആ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ട് തൻ്റെ കഴിവിൻ്റെ മാക്സിമം RJ ബിൻസി കൊടുക്കാതെ പോയി എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.